കാസർഗോഡ് ബന്തടുക്ക സരസ്വതി വിദ്യാലയത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിച്ചതിൽ റിപ്പോർട്ട് തേടി വിദ്യാഭ്യാസ വകുപ്പ്. ഗുരുപൂർണിമ ദിനത്തിൽ 30 റിട്ടയർഡ് അധ്യാപകരുടെ കാൽ കഴുകിച്ചെന്നാണ് പരാതി. പാദപൂജയുടെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കുട്ടികളെ കൊണ്ട് കാൽ കഴുകിക്കുന്നത് കേരളത്തിന്റെ സംസ്കാരമല്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇന്ന് കാസർഗോഡും മറ്റേതോ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു വാർത്ത കണ്ടു, ഫോട്ടോയും പത്രത്തിൽ കണ്ടു. ഏത് വിദ്യാലയമായിരുന്നാലും കുട്ടികളെ കൊണ്ട് കാല് കഴിയിപ്പിക്കുന്നത് കേരളത്തിൻ്റെ സംസ്കാരമല്ല. അതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ നമുക്കൊപ്പം ചേരുകയാണ്. ഹാൻസ്, ഇതെന്താണ് സംഭവിച്ചത്? എന്താണ് മന്ത്രി പറയുന്നത്? ഏത് തരത്തിലായിരിക്കും അന്വേഷണം? ബിനിൽ, കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് ജില്ലയിലെ സ്കൂളിൽ വെച്ച് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴുകിപ്പിക്കുന്ന ഒരു സ്ഥിതിയിൽ കാര്യങ്ങളുണ്ടായത്. പാദ പൂജ ചെയ്യിക്കുകയാണ് ഇവരുടെ ഭാഗത്തുനിന്ന്, അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. RSS നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളിലാണ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി നടന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിപ്പോൾ മാധ്യമങ്ങളിലടക്കം ഈ വിഷയം വാർത്തയായതിനെ തുടർന്നാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളെ കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും ചെയ്യിക്കാൻ പാടില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. അതുകൊണ്ട് തന്നെ കുട്ടികളെ കൊണ്ട് കാല് കഴിക്കുന്നത് കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അടിയന്തരമായി സംഭവം അന്വേഷിച്ച് കുറ്റാരോപിതർക്കെതിരെ അല്ലെങ്കിൽ ഇത്തരമൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അധ്യാപകർക്കെതിരെയും മാനേജ്മെൻറ്റിനെതിരെയും അടക്കം നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടി നൽകിയിരിക്കുന്നത്. ബിനിൽ, ഓക്കെ, വ്യക്തമാണ്. കാസർഗോഡുള്ള RSS നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളാണ് എന്നുള്ളതാണ് ഹാൻസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നടന്നിട്ടുള്ള റിട്ടയർഡ് അധ്യാപകർക്കുള്ള പാദപൂജയിൽ ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്.